എല്ലാവർക്കും നമസ്കാരം. കൗൺസിൽ യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. സ്പെഷ്യൽ കൗൺസിലാണ് ഇതിനെ വിളിച്ചു ചേർത്തിട്ടുള്ളത്. അജണ്ട 1 അക്രമകാരികളായ തെരുവ് നായകളുടെ ആക്രമണം സംബന്ധിച്ചുള്ള വിഷയമാണ്. ഒട്ടേറെ പേരെ തെരുവ് നായ ആക്രമണം മൂലം ഉണ്ടായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ ഒരുപാട് ചർച്ചകൾ മാധ്യമങ്ങളും ഒക്കെ തന്നെ ഒരുപാട് ചർച്ചകൾ ചെയ്യപ്പെടുകയുണ്ടായി. കാരണം കോർപ്പറേഷൻ എന്നുള്ള നിലയിൽ തെരുവ് നായ നിയന്ത്രിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സംവിധാനം ഒരുക്കിയിട്ടില്ല എന്നുള്ള പേരിൽ ഇന്നലെ ഇവിടെ ഇടതുപക്ഷത്തിന്റെ കൗൺസിലർമാർ മേയറെ നേരിട്ട് ആ ഒരു ഇന്നലത്തെ കാഴ്ച സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര മനസ്സിലായിട്ടില്ല. പക്ഷെ നമ്മള് ഇത് ചെയ്തപ്പോ അതിന്റെ റീൽസ് കണ്ടപ്പോഴാണ് ഇത്ര ഗൗരവമായിട്ടുണ്ടായ ഒരു വിഷയമാണ് എന്ന് മനസ്സിലായത്. കാരണം മേയർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു കൗൺസിലർ മൈക്ക് പോയി പിടിച്ചു വാങ്ങി കൈമാറുന്ന രംഗം ശരിക്കും പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അത് ഞെട്ടിച്ചു. അത്രമാത്രം ഗൗരവം ഭീകരമായിട്ടുണ്ടായിരുന്നു എന്ന് ഇവിടെ നിന്ന് നോക്കി ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചിരുന്നില്ല ഈ ഒരു ഇതില്. പക്ഷെ ആ വീഡിയോ കണ്ടപ്പോഴാണ് നമുക്ക് അതിന്റെ ആ ഗൗരവം ഉൾക്കൊള്ളുന്നത്. അത്രമാത്രം നമ്മളെ മേയറെ ഒരു ബഹുമാനിക്കുകയോ ഒന്നും ചെയ്യാതെ ഒരു കൗൺസിലർ പെരുമാറുക എന്ന് പറയുന്നത് അത് ഏറ്റവും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അതില് ശരിക്കും പറഞ്ഞാൽ നമുക്കത് ഉൾക്കൊള്ളാനാവില്ല. ഒരു പക്ഷെ ഇന്നലെ തന്നെ അദ്ദേഹത്തിനെതിരെ ഒരു നടപടി സ്വീകരിക്കേണ്ടതായിരുന്നു. എന്തായാലും ആ ഒരു തെറ്റായ പ്രവണത അത് ശരിയല്ല എന്നുള്ള ഒരു അഭിപ്രായം ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. കാരണം മേയറെ ഡയസിന്റെ മേലെ കയറിയിട്ട് മേയറെ മൈക്ക് പിടിച്ചു വാങ്ങുക എന്ന് പറയുന്നത് ശരിയല്ല. ഇതിന് എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. കാരണം ഒരു ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ ഒരു കോർപ്പറേഷൻ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു വിഷയം വരുമ്പോൾ ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ചെമ്പിലോട് പഞ്ചായത്ത്, മുളപ്പിലങ്ങാട് ഒക്കെ ഒരുപാട് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇത് കണ്ണൂർ കോർപ്പറേഷന്റെ മാത്രം വിഷയങ്ങളല്ല. കണ്ണൂർ കോർപ്പറേഷൻ ഇന്ന് കണ്ണൂർ കോർപ്പറേഷനിൽ നടന്നാൽ നാളെ മറ്റു പല സ്ഥലങ്ങളിലും നടക്കാവുന്ന ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ സംസാരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട എല്ലാവർക്കും ചർച്ചയ്ക്കാണ് മീറ്റിംഗ് വിളിച്ചിട്ടുള്ളത്. മീറ്റിംഗ് ഇവിടെ കൗൺസിലർമാർക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, മീറ്റിംഗിനെ തടസ്സപ്പെടുത്തിയാൽ സെക്ഷൻ 38(3) പ്രകാരം നടപടി സ്വീകരിക്കുമെന്ന് ഇവിടെ റൂളിംഗ് നൽകുക. ഇവിടെ തീർച്ചയായും തടസ്സപ്പെടുത്തിയാൽ സെക്ഷൻ 38(3) പ്രകാരം നടപടി സ്വീകരിക്കും എന്ന് മുന്നറിയിപ്പ് തരിക. ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ സംസാരിക്കും. ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംസാരിക്കാൻ അവസരമുണ്ട്, സംസാരിക്കാം. അതിനിടയിൽ ഒരു അംഗത്തെ സംസാരിക്കുന്നത് തടസ്സപ്പെടുത്തിയാൽ ഇവിടെ സൂചിപ്പിച്ചു, തടസ്സപ്പെടുത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സംസാരിക്കാൻ അവസരമുണ്ട്. ആ അവസരത്തിൽ നിങ്ങൾ സംസാരിക്കുക. അവിടെ ഇരിക്കൂ. നിങ്ങൾക്ക് സംസാരിക്കാൻ അവസരമുണ്ടല്ലോ. നിങ്ങൾ ഇവിടെ ആരും സംസാരിക്കാൻ സമയം തരും പറഞ്ഞില്ല. സംസാരിക്കാൻ അവസരമുണ്ട്, പറയൂ. സംസാരിക്കൂ. സംസാരിക്കൂ. നമ്മുടെ കോർപ്പറേഷൻ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നില്ല. കാരണം നമ്മളേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട്. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്നലെ ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒരു പത്രസമ്മേളനം, ആ പത്രസമ്മേളനത്തില് അവർ പറഞ്ഞിരിക്കുന്നത് കണ്ണൂർ കോർപ്പറേഷൻ ഈ മീറ്റിംഗ് 23/8/22 ഒരു മീറ്റിംഗ് ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. ആ മീറ്റിംഗില് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു യോഗമാണ്. ആ യോഗത്തിൽ ഉള്ള തീരുമാനത്തിന്റെ പുറത്ത്
ഈ ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളുടെയും നഗരഭരണ സ്ഥാപനങ്ങളുടെയും സംയുക്ത പ്രൊജക്റ്റായാണ് ABC നടപ്പിലാക്കുന്നത്. മുഖ്യ നിർവഹണ സ്ഥാപനം ജില്ലാ പഞ്ചായത്തായിരിക്കും. ഇതിനുള്ള വിഹിതം ജില്ലാ പഞ്ചായത്തിന് മറ്റുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൈമാറണം. പൊതുവിഭാഗം വികസന ഫണ്ട്, 15ാം ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ്, തനതു ഫണ്ട് വിഹിതം എന്നിവ ഇതിനായി ഉപയോഗപ്പെടുത്താം എന്ന് പറഞ്ഞിട്ടുള്ള DPC പ്രോജക്റ്റ് ആയിട്ടാണ് ഈ പദ്ധതിയുടെ ഭാഗമായി ഞങ്ങൾ ചേർന്നിട്ടുള്ളത്. ആ ചേർന്നതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇതാ അവിടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു തുക പോലും ജില്ലാ പഞ്ചായത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ പദ്ധതി പ്രകാരം ഞങ്ങൾ മേയർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞത് 20 ലക്ഷം രൂപ ആണെന്നാണ്. അല്ല, തെറ്റാണ്. 25 ലക്ഷം രൂപ നമ്മള് പ്രൊജക്ട് ആയി നമ്മുടെ ജില്ലാ പഞ്ചായത്തിന് കൈമാറിയിട്ടുണ്ട്. മാത്രമല്ല ഈ വർഷത്തെ പ്രൊജക്റ്റും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ എന്ന് വെച്ച് നമ്മൾ ജില്ലാ പഞ്ചായത്തിന്റെ തലയിൽ ഉത്തരവാദിത്തം കെട്ടിവെച്ചുകൊണ്ട് ഒഴിഞ്ഞു മാറാൻ നമുക്ക് പറ്റില്ല. കാരണം നമ്മുടേതായിട്ടുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട്. പക്ഷേ എന്നാൽ പോലും ഞങ്ങൾ പറയുന്നത് ഞങ്ങളെ സർക്കാർ ചുമതലപ്പെടുത്തിയ നമ്മുടെ വിഹിതം കൊടുക്കുക, ആ പദ്ധതിയുടെ ഭാഗം ചേർന്ന് നിൽക്കുകയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞിട്ടുള്ളത് അല്ല, ആ പറഞ്ഞത് ഇന്നലെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പത്രസമ്മേളനമായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നടത്തിയത്. അത് പറയാതെ പോകുന്നത് ശരിയല്ല. അത് മാത്രമല്ല, മറ്റ് നമ്മൾ പറയാനുള്ളത് ABC പ്രകാരം നമ്മൾ 25 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ കോർപ്പറേഷൻ പരിധിയിൽ നിന്ന് എത്ര നായ്ക്കളെ പിടിച്ച് ഈ ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ട് എന്നുള്ളതിന്റെ എത്ര കണക്ക് ചോദിച്ച് പല തവണ നമ്മൾ കത്ത് കൊടുത്തിട്ടും ഇന്നേ വരെ ആ കത്തിന്റെ ഒരു വിശദാംശം, അതിന്റെ ഒരു റിപ്പോർട്ട് നമുക്ക് ഇന്നേ വരെ തന്നിട്ടില്ല. പക്ഷെ ഇന്നലെ നമുക്ക് ഭാഗ്യവശം നമുക്ക് കിട്ടി. കാരണം അവർ തന്നെ ഇന്നത്തെ യോഗത്തിൽ പറയുന്നുണ്ട് ഇന്ന മാസം 8 എണ്ണം, ഇന്ന മാസം 4 എണ്ണം, ഇന്ന മാസം 5 എണ്ണം എന്നുള്ളതാണ് അവർ കണക്ക് പറഞ്ഞിട്ടുള്ളത്. നമ്മളൊന്ന് മനസ്സിലാക്കുക, ഇവിടെ നമ്മൾ കഴിഞ്ഞ എല്ലാ സ്ഥലങ്ങളും, ഇപ്പൊ എന്റെ വീട്ടിന്റെ അടുക്ക പോകുന്ന ഭാഗത്ത് 10-30ഓളം നായ്ക്കളുണ്ട്. അങ്ങനെ ഓരോരോ ആളുകളും, ഞാൻ അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞതാണ്, ഓരോ ഭാഗത്തും ഇങ്ങനെ തെരുവ് നായ്ക്കൾ ഉണ്ടാകുമ്പോൾ ഒരു മാസം ഒരു സ്ഥലത്ത് നിന്ന് ഒരു കോർപ്പറേഷന്റെ പരിധിയിൽ നിന്ന് 4-5 നായ്ക്കളെ പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. നമ്മൾ പദ്ധതി വെക്കണം. നമ്മൾ പദ്ധതി വെക്കാൻ നമുക്ക് കോർപ്പറേഷൻ തലത്തിലുള്ള സ്ഥല ലഭ്യത കുറവ് കാരണമാണ് ഇങ്ങനെ ഒരു തീരുമാനം മന്ത്രി തലത്തിൽ എടുക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ആ തരത്തിലേക്ക് ഒന്നും പോകാതെയാണ് ഇപ്പൊ ഈ തരത്തിലുള്ള വാദങ്ങളെ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത്. അപ്പൊ ഈ ഒരു തെരുവ് നായ ഇനിയിപ്പോ നമുക്ക് ചെയ്യാനുള്ളത്, നമ്മളെ അത് മാത്രമല്ല നമ്മുടെ മാധ്യമ ആളുകളും എല്ലാം തന്നെ നമ്മളിപ്പോ പേ പിടിച്ച നായ്ക്കളെ തല്ലിക്കൊല്ലാൻ പാടില്ല എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. നമുക്കറിയാലോ, അത് നിയമപരമായി നമുക്ക് സാധ്യതയില്ല, നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എന്നാൽ പോലും ജനങ്ങൾ ഭീതിയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അതിനുള്ള സംവിധാനം ഒരുക്കണം. നമ്മൾ കഴിഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ അവിടെയുള്ള പ്രശ്നം വന്നപ്പോൾ നമ്മൾ എല്ലാവരും ഒരു സർവകക്ഷി യോഗം, ഒരുപാട് ആളുകളുടെ യോഗം, എല്ലാ വിഭാഗം ആളുകളുടെയും യോഗം വിളിച്ചു ചേർത്തപ്പോൾ അതിൽ നിന്നുണ്ടായിട്ടുള്ള തീരുമാനം എന്ന് പറയുന്നത് ഷെൽട്ടർ ഉണ്ടാക്കുക എന്നുള്ളത് പറഞ്ഞിരുന്നു. ഷെൽട്ടർ ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചപ്പോൾ തന്നെ എന്നോടാണ് അവിടെയുള്ള ഒരു ആൾ പറഞ്ഞത്, നായിനെ പിടിക്കാൻ വിടില്ല, അലഞ്ഞു തിരിയുന്ന നായിനെ പിടിച്ച് അപ്പോൾ വിവരം അറിയുന്നു. നമ്മൾ നായിനെ പിടിച്ച ഒരു ഷെൽട്ടറിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു 10-100 നായയെ പിടിച്ച് തെരുവിൽ അലയുന്ന നായ്ക്കളെ പിടിച്ച് അവിടെ കൊണ്ട് പാർപ്പിക്കുക. ആ പാർപ്പിക്കുന്ന സ്ഥലത്ത് നമ്മൾ അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. ഇതാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും ഇത്തരം സ്ഥലം കണ്ണൂർ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാലോ, നമ്മുടെ സ്ഥലപരിമിതി, നമുക്ക് കിട്ടുന്ന സ്ഥല ലഭ്യത എവിടെയാണ് എന്നുള്ളത് നമ്മൾ ഓരോ ഭാഗത്ത് പോയി പരിശോധിച്ച് നോക്കിയാലും അത്രമാത്രം ഒരു ഷെൽട്ടർ ഉണ്ടാക്കാൻ പറ്റുന്ന സ്ഥല ലഭ്യത നമ്മുടെ ഈ കോർപ്പറേഷൻ പരിധിയില്ല. എന്നാൽ പോലും എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട മേയറോട് ഇത്തരം സംവിധാനം ഇനിയും നമ്മൾ അമാന്തിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല. കാരണം നമ്മൾ ജനങ്ങളുടെ ഭീതി അകറ്റുക, അത് നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ്. കാരണം നഗരസഭയ്ക്ക് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല എന്നുള്ളത് 100% വിശ്വാസം നമുക്കുണ്ട്. പക്ഷെ അതിനെ അടിയന്തരമായി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്, അതിനെക്കുറിച്ച് ആലോചിക്കാനാണ് ഇന്ന് നമ്മളിവിടെ യോഗം ചേർന്നിട്ടുള്ളത്. ഈ യോഗം ചേരുമ്പോഴും നമ്മുടെ മുന്നിലുള്ള പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു സ്ഥല ലഭ്യത ഇല്ലായ്മയും ആണ്. അതിന് നമ്മുടെ കൂടെയുള്ള ആളുകളുടെ സഹായം, നാട്ടുകാർ, അതിൽ എല്ലാ ആളുകളുടെയും, എല്ലാ വിഭാഗം ആളുകളുടെയും സഹായ സഹകരണം ഉണ്ടായാൽ മാത്രമേ ഇത്തരം ഷെൽട്ടറുകൾ നമുക്ക് സ്ഥാപിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ സ്ഥാപിക്കണമെങ്കിൽ, അങ്ങനെ ഒരു സഹായം നമുക്ക് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവണമെങ്കിൽ അത്തരം ആളുകളെ, സർവകക്ഷി ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു യോഗം അടിയന്തരമായി കോർപ്പറേഷൻ തലത്തിൽ വിളിച്ചു ചേർക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് മേയറുടെ ഭാഗത്ത്, നമ്മുടെ ഭരണസമിതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണമെന്നുള്ളതാണ്.
അതോടൊപ്പം തന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ മാധ്യമങ്ങൾ നമ്മൾ ഇത്രയധികം പ്രയാസങ്ങളും ദുരിതങ്ങളൊക്കെ അനുഭവിക്കുമ്പോഴും ഒരു ഭാഗത്ത് നിന്ന് നമ്മുടെ മാധ്യമങ്ങൾ എല്ലാ ആളുകളും പ്രത്യേകിച്ച് മാധ്യമങ്ങൾ നമ്മളെ എന്ത് ചെയ്തു, നായയെ പിടിക്കുന്നില്ല, പിടിക്കാൻ പറ്റിയില്ല, കൊന്നില്ല എന്നൊക്കെ മാധ്യമങ്ങളിലുള്ള ആളുകൾ പറയുമ്പോഴും ബഹുമാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പം പേ പിടിച്ച നായയെയാണ് നമ്മൾ കൊല്ലാൻ തീരുമാനിക്കുന്നത്. അല്ലാതെ അലഞ്ഞു തിരിയുന്ന നായ്ക്കളെ, ഒരു ജീവനെ കൊല്ലാൻ വേണ്ടി ഒരാൾക്കും താല്പര്യമില്ല. പേരുണ്ട് മനുഷ്യനെ ആക്രമിക്കാൻ വരുമ്പോ നമ്മൾ എന്താ വിചാരിക്കുക, ഒരു നായി 100 ആളുകളെ ഒരുമിച്ച് ഓടിച്ചിട്ട് കടിക്കുന്നു. ആ നായെ നമ്മൾ എന്തു ചെയ്യും? ഇതേ പൊതുസമൂഹവും ഇതേ ആളുകളും ഈ പൊതുസമൂഹവും മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളോട് നമ്മൾ ചോദിക്കുന്നത്, എന്തുകൊണ്ട് നിങ്ങൾക്ക് പിടിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് കൊല്ലാൻ ആളില്ലേ, നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല എന്ന് പറയുന്ന ആളുകൾ തന്നെ ഇത്തരം ഇങ്ങനെ എന്തെങ്കിലും സംവിധാനം ചെയ്യുമ്പോൾ അത് വീഡിയോ പിടിച്ച് നമ്മുടെ ചാനലുകളിൽ പ്രദർശിപ്പിച്ച് നമ്മുടെ തൊഴിലാളികളെ മനോവീര്യം കെടുത്തുന്ന തരത്തിൽ. കാരണം നമുക്കറിയാം, തെരുവ് നായ്ക്കളെ തച്ചു കൊന്നു കഴിഞ്ഞാൽ അത് കേസാണ്, അതിന്റെ ഫലങ്ങൾ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ അതിനെ പിടിക്കണമെങ്കിലും അതിനൊന്ന് ഓടിച്ചിട്ട് അടിച്ച് ആയാലേ അതിനെ പിടിക്കാൻ പറ്റുന്നുള്ളൂ. അത് ഒരു ഭ്രാന്ത് പിടിച്ച പേ പിടിച്ച നായയെ പിടിക്കാൻ പോകുന്നത് അത്ര നിസ്സാര കാര്യമായിട്ട് തോന്നണ്ട. അങ്ങനെ പിടിക്കുമ്പോൾ അത്തരം ആളുകളെ, ഇങ്ങനെ ചെയ്യുന്ന ആളുകളുടെ വീഡിയോ പിടിച്ച് ചാനലുകളിൽ മാധ്യമങ്ങളിൽ പ്രദർശിപ്പിക്കുന്നത് അത്ര നല്ലതല്ല എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം അത് നമുക്ക് ഏറെ വേദന ഉണ്ടാക്കുന്നത്. നമ്മുടെ തൊഴിലാളികളായാലും നമ്മൾ ഏൽപ്പിച്ച ഡോഗ് ക്യാപ്ചേഴ്സ് ആയി കഴിഞ്ഞാലും അവർക്കാണ് നാളെ കേസ് വരിക. അവരെ വീഡിയോയിൽ പ്രദർശിപ്പിക്കുമ്പോൾ അവർ മാധ്യമങ്ങളുടെ മുന്നിൽ അവരുടെ ചിത്രമാണ് വരുന്നത്. അതെടുത്ത് വെച്ച് നാളുകളിൽ അവർക്കെതിരെയുള്ള ഒരു നിയമപ്രശ്നം നേരിടാൻ ഒരു കെൽപ്പില്ലാത്ത ആളുകളായിരിക്കാം. അത്തരം ആളുകളെ പോലും ഈ മാധ്യമങ്ങൾ ദയവ് ചെയ്ത് നമ്മളോടൊപ്പം സഹകരിക്കണം. ഇതൊരു പൊതുജന വിഷയമാണ്. കാരണം ഇതിന്റെ നിയമസാധുത എന്താണ് ഏതാണ് എന്നുള്ളത് സാധാരണ പൊതുജനങ്ങൾക്ക്, പാവപ്പെട്ട ആളുകൾക്ക് അറിയുന്നില്ല. അവരെന്താണ് പറയുന്നത്, ഒരു ഭരണ സംവിധാനം ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് ഇവർ ഇത് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് നമ്മളോടൊപ്പം നിന്ന് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്ന് വെച്ച് ഒരു തെരുവ് നായ്ക്കളെ ആക്രമിച്ച് കൊല്ലണം എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. പിന്നെ മറ്റൊന്ന് ഞാൻ ചോദിച്ചോട്ടെ, ഈ മൃഗസ്നേഹികളെ എല്ലാവരോടും എനിക്ക് ഒരു ചോദ്യം. അത് എന്റെ ഒരു എന്താ പറയണ്ടേ, ഒരു നിസ്സാരമായ ഒരു എന്താ പറയുക തമാശയായിട്ട് നിങ്ങൾ കളയണ്ട. പക്ഷെ എന്നാൽ പോലും ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മൃഗങ്ങളെ, ആടിനെ കൊല്ലുന്നു, പശുവിനെ കൊല്ലുന്നു, ബീഫ് അത് ഇതൊക്കെ കോഴികളെല്ലാം കൊല്ലുന്നു. അതും എന്ത് ജീവനുള്ള വസ്തുവല്ലേ, ഒരു ജീവനുള്ളതല്ലേ. അതിനെ കൊല്ലുമ്പോ ഒരു മൃഗസ്നേഹം ഇല്ലല്ലോ ആർക്കും. അപ്പോഴില്ല അവരുടെ മൃഗസ്നേഹം എവിടെ പോയി എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം അതൊരു വല്ലാത്ത ഒരു അവസ്ഥയിലാണ്. കാരണം നായയെ കൊല്ലുമ്പോ മാത്രം, അതുമല്ല കൊന്നു തിന്നാണ്. ഇത്തരം മൃഗങ്ങളെ കൊന്നു തിന്നുമ്പോ ആർക്കും ഒരു പരാതിയുമില്ല. മൃഗങ്ങളെ, ഈ നായ്ക്കളെ, അതും നമ്മളെ അലഞ്ഞു തിരിയുന്ന നായ്ക്കളെ കൊല്ലാൻ പാടില്ല. നമ്മള് അജണ്ട തന്നെയാണ്, ഒരു കാലത്തും അലഞ്ഞു തിരിയുന്ന നായ്ക്കളെ കൊല്ലരുത് എന്നുള്ളത് തന്നെയാണ്. പക്ഷെ പേ പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്താ ചെയ്യുന്നത്, അത്രയും നിസ്സഹായമാണ്. അപ്പൊ ഇതിനെതിരെ നമുക്ക് അടിയന്തരമായും, അത് മാത്രമല്ല അതോടൊപ്പം ഇതിനെതിരെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് കോടതിയിൽ പോകണം എന്നുള്ള ഒരു വലിയ അഭ്യർത്ഥനയും കൂടെ വെക്കുക. സ്വാഭാവികമായി ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധി നമ്മുടെ ഈ പട്ടണത്തിനകത്ത് ഉണ്ടാവുമ്പോൾ 70ഓളം ആളുകളെയാണ് 2 ദിവസമായിട്ട് നായ കടിച്ചത്. സ്വാഭാവികമായിട്ടും അത്തരം ഒരു പ്രതിഷേധം ഉണ്ടാകും എന്നുള്ളത് രാഷ്ട്രീയ പ്രവർത്തകർ എന്നുള്ള നിലയിൽ, ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ നമ്മൾ എല്ലാവരും ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമല്ലേ. അപ്പൊ ആ പ്രതിഷേധം ഉയർത്തിയതെന്തോ മഹാപാതകമായി പോയി എന്ന രൂപത്തിൽ ഇവിടെ ചിത്രീകരിക്കുന്നതിൽ ഒരർത്ഥമില്ല. അത് സ്വാഭാവികമായിട്ട് അത്തരം ജനങ്ങളുടെ അഭിപ്രായം ഇവിടെ പറയാനല്ലേ ഞങ്ങളെ തെരഞ്ഞെടുത്ത് വിട്ടിട്ടുള്ളത്. അത് പറയേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ലേ? അത് പറയാതിരുന്നാൽ ഞങ്ങൾ തിരിച്ചു ചെല്ലുമ്പോൾ ഇന്നലെ ഇപ്പൊ എത്ര ആളുകളാണ് നമ്മളോട് അഭിനന്ദിച്ച് നിങ്ങൾ ഇടപെട്ടത് നന്നായി, ഇപ്പോഴെങ്കിലും നിങ്ങൾ കോർപ്പറേഷനെ കണ്ടു തുറക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എത്രയധികം ആളുകളാണ് നമുക്ക് വ്യക്തിപരമായി മെസ്സേജ് അയച്ചത്. അത് ആളുകളുടെ മനസ്സിലുള്ള വികാരമാണ്. ആ വികാരം പ്രകടിപ്പിക്കാൻ നമുക്ക് എല്ലാവർക്കും ബാധ്യതയുണ്ട്. ആ ബാധ്യതയാണ് ഇവിടെ പ്രകടിപ്പിച്ചത്. അതിനെ ഈ നിലയിൽ ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഒന്നാമത് പറയുന്നത്. രണ്ടാമത്, ഞങ്ങൾ അതിനുശേഷം എന്തോ ഷോ കാണിക്കാൻ വേണ്ടി ചെയ്തതാണെന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞതായി ഞങ്ങൾ മനസ്സിലാക്കിയത്. ഞങ്ങൾ ഷോ കാണിക്കാൻ വേണ്ടി ചെയ്തതല്ല. 4.5 വർഷക്കാലായി ഇപ്പൊ ഈ കൗൺസിൽ. ആദ്യത്തെ വർഷമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ഞാൻ പറഞ്ഞാൽ എനിക്ക് നായയുടെ കടിയേറ്റത് 1ാമത്തെ വർഷം കഴിയുന്നതിനിടയിലാണ്. ആ യോഗം, അതിന് തൊട്ടടുത്ത കൗൺസിൽ യോഗം മുതൽ ഞാൻ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ഇപ്പുറത്തുള്ള ആളുകൾ മാത്രമല്ല, അപ്പുറത്തുള്ള ആളുകൾ ഉൾപ്പെടെ എത്ര തവണ നമ്മൾ ഈ വിഷയം
ഈ കൗൺസിലിനകത്ത് ഉന്നയിച്ചു. അപ്പൊ അങ്ങനെ ഒരു വിഷയം ഉന്നയിക്കും അതിന് ഷോയാണ് എന്ന് പറയുന്നത് പറഞ്ഞോന്ന് എനിക്കറിയില്ല, പറഞ്ഞത് ഞങ്ങൾ കേട്ടതാണ്. ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അത് കഴിഞ്ഞ് വീണ്ടും മേയറെ കാണാൻ വേണ്ടി ഞങ്ങൾ വരേണ്ട കാര്യമില്ലല്ലോ. പ്രതിഷേധ പ്രകടനം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും മേയറോട് വന്നപ്പോൾ ഞങ്ങൾ എന്താ പറഞ്ഞത്, നാളെ പ്രത്യേക കൗൺസിൽ വിളിക്കുന്നു. മേയർ പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു വളരെ സ്വാഗതാർഹം. അതിലൊരു പ്രപ്പോസൽ ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ കരുതിയത്. ഭരണസമിതി എന്നുള്ള നിലയിൽ ഒരു പ്രപ്പോസലുമായിട്ട് ഇവിടെ വന്നിരുന്നെങ്കിൽ, ആ പ്രപ്പോസല് ഇവിടെ വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായി ആരോഗ്യകരമായിട്ട് നമുക്കൊരു ചർച്ച നടത്താൻ കഴിയുമായിരുന്നു. അപ്പൊ ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ നമുക്ക് അതിൽ പറയാം. പക്ഷെ ഇവിടെ ലക്ഷ്യം അതല്ല. അതാണ് ഇപ്പൊ തുടക്കത്തിൽ തന്നെ വ്യക്തമാവുന്നത്. ഇവിടെ ലക്ഷ്യം നമ്മളോട് പറഞ്ഞു നിങ്ങൾ രാഷ്ട്രീയം പറയാം. ആരാ രാഷ്ട്രീയം പറഞ്ഞത്? ആരാണ് ഇതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ട് ജില്ലാ പഞ്ചായത്തിനാണ് എന്നുള്ള രൂപത്തിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്? അത് പരാജയപ്പെട്ടു പോയി. ഇന്നലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പത്രസമ്മേളനം കൂടി നടന്നു കഴിഞ്ഞപ്പോൾ നാട്ടുകാർക്ക് ഏതാണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് ഇപ്പൊ ഇന്നിവിടെ വന്ന് ഇത് പറയേണ്ടത്. ഇന്നലെ നമ്മളോട് പറഞ്ഞത് ഞങ്ങൾ രാഷ്ട്രീയം പറയില്ല, നിങ്ങൾ രാഷ്ട്രീയം പറയും. അപ്പൊ തന്നെ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നമ്മളും പറയില്ല. ഇല്ലേ, ഞങ്ങൾ പറഞ്ഞ കാര്യമല്ലേ, നമ്മളെല്ലാവരും ഉണ്ടായിരുന്നല്ലോ മേയറുടെ ചേംബറിൽ വന്ന് നമ്മൾ സംസാരിച്ചപ്പോ. അപ്പൊ ഈ വിഷയം പരിഹരിക്കണം എന്നുള്ള താല്പര്യത്തെക്കാൾ അപ്പുറത്ത് രാഷ്ട്രീയമായിട്ട് ഇതിനെങ്ങനെ നേട്ടം ഉണ്ടാക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും പന്ത് തട്ടി ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചു പോകാം എന്നുള്ള നിലപാട് ഇനിയെങ്കിലും മാറ്റിവെക്കാൻ ഭരണസമിതി തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. പിന്നെ ഇത് കുറെ നാളുകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ജില്ലാ പഞ്ചായത്തിന്റെ. തീർച്ചയായിട്ടും ജില്ലാ പഞ്ചായത്ത് DPCയുടെ ഭാഗമായി പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്. ആ പ്രോജക്റ്റിൽ ഒരു വർഷം 5 ലക്ഷം രൂപ വീതമാണ് നമ്മൾ ചേർന്നിട്ടുണ്ട്. ആ പ്രോജക്റ്റിൽ നിർബന്ധപൂർവ്വം ഉൾപ്പെടുത്തിയിട്ടില്ല. താല്പര്യമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജില്ലയിൽ ABC നടപ്പാക്കാൻ ജില്ലാ പഞ്ചായത്തിനെ ചുമതലപ്പെടുത്തിയപ്പോൾ അതിൽ നമുക്ക് പങ്കുചേരാൻ കഴിയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് അതിൽ ഭാഗമാകാൻ പറഞ്ഞപ്പോൾ നമ്മൾ അതിന്റെ ഭാഗമായി നിന്നിട്ടുണ്ട്, നമ്മൾ പൈസ വെച്ചിട്ടുണ്ട്. ഇതൊന്നും വസ്തുതയ്ക്ക് നിരക്കാത്ത കാര്യമല്ല. പക്ഷേ 2022 സെപ്റ്റംബർ മാസം 15-ാം തീയതി ഇറങ്ങിയ ഉത്തരവ് നമുക്കറിയാം. ആ ഘട്ടത്തിലാണ് വലിയ രൂപത്തിൽ തെരുവ് നായയുടെ ആക്രമണം കേരളത്തിലുടനീളം ഉണ്ടായ സമയത്താണ് അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്ത് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. ആ നിർദ്ദേശത്തിനകത്ത് വളരെ കൃത്യമായി, നമ്മളിപ്പോ ഇരുട്ടിൽ തപ്പേണ്ട ഒരു കാര്യവുമില്ല, വളരെ കൃത്യമായിട്ട് സംസ്ഥാന തലത്തിൽ സർക്കാർ എന്ന് പറയുമ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ അടക്കം അവരെ പരിശോധിച്ച് എടുത്തിട്ടുള്ള തീരുമാനമായിരിക്കുമല്ലോ. 4 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അന്നത്തെ അവസ്ഥയിൽ. തീവ്ര വാക്സിനേഷൻ യജ്ഞം നടപ്പാക്കണം, തെരുവ് നായ്ക്കൾക്കും ഉപേക്ഷിക്കപ്പെട്ട നായ്ക്കൾക്കുമായുള്ള അഭയകേന്ദ്രം സജ്ജമാക്കണം, ശുചിത്വ യജ്ഞം നടത്തണം, IEC ക്യാമ്പയിൻ നടത്തണം. ഇതാണ് ഇതിന്റെ ഓരോന്നും വിശദാംശങ്ങൾ അടക്കം വളരെ കൃത്യമായി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേതൃത്വം കൊടുക്കണം. സംസ്ഥാന തലത്തിലൊരു സമിതിയുണ്ട്, ജില്ലാ തലത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷനായിട്ടുള്ള സമിതി അതിന്റെ ഭാഗമായിട്ട് രൂപീകരിച്ചിട്ടുണ്ട്. പക്ഷെ അതേ ഉത്തരവിനകത്ത് തന്നെ എന്ത് പറയുന്നുണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നമ്മുടെ ജനകീയമായ കമ്മിറ്റി അടക്കം രൂപീകരിച്ച് നമ്മുടെ ഇവിടെയുള്ള മൃഗസംരക്ഷണ സംഘടനകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ, അതുപോലെ NSS NCC പ്രതിനിധികൾ, ഇതെല്ലാം ഞാനിത് ഓരോന്നായി വായിക്കുന്നില്ല, ഇത്തരത്തിൽ വളരെ കൃത്യമായിട്ട് നിർദ്ദേശം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ നിർദ്ദേശം വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? ഓട്ടെ, ഞങ്ങൾ ഇനി പോസ്റ്റ്മോർട്ടത്തിന് പോകുന്നില്ല. നിർദ്ദേശം നമുക്ക് പൂർണ്ണമായി നടപ്പാക്കാൻ കഴിയാത്തത് കൊണ്ടാണല്ലോ ഇത്തരത്തിൽ തെരുവ് നായ്ക്കളുടെ എണ്ണം പെരുകുകയും ഈ പറയുന്ന അവസ്ഥയിലേക്ക് കണ്ണൂർ പട്ടണം പുറത്തിറങ്ങാൻ ഭയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തത്. അപ്പൊ ഇനിയെങ്കിലും നമുക്ക് ഇതനുസരിച്ച് നമുക്ക് എന്താണ് തുടർന്ന് ചെയ്യാൻ കഴിയുക? അതിൽ ഞങ്ങൾക്ക് പറയാനുള്ളതിൽ ഏറ്റവും പ്രധാനമായിട്ട് അലഞ്ഞു തിരിയുന്ന നായ്ക്കളെ പിടിക്കാനും അതിനെ ഷെൽട്ടർ എന്ന നിലയിലുള്ള സംവിധാനവും ഉണ്ടാക്കാൻ കഴിയണം എന്നുള്ളത് തന്നെയാണ്. ABC പ്രോഗ്രാമിനുള്ള സെന്റർ ആരംഭിക്കുക എന്നുള്ള നിർദ്ദേശം വെക്കുന്നതോടൊപ്പം അതിനപ്പുറത്തെ, കാരണം ജില്ലാ പഞ്ചായത്തിന്റെ മാത്രം പരിധിയിൽ ഒതുങ്ങുന്നതല്ല ഈ വിഷയം. നമ്മളിപ്പോ അനുഭവത്തിലൂടെ മനസ്സിലാക്കി. പടിയൂരുള്ള ഒരു കേന്ദ്രം കഴിഞ്ഞ് അവിടെ ഒരു കേന്ദ്രം കൂടി തുടങ്ങിയാലോ ഈ ജില്ലയിലാകെ വർദ്ധിച്ചു വരുന്ന ഈ പ്രശ്നത്തെ നമുക്ക് പരിഹരിക്കാൻ വേണ്ടി സാധിക്കൂ? കഴിയില്ല എന്നുള്ളത് നമ്മളിപ്പോ അനുഭവത്തിലൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കി. അപ്പോ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു തദ്ദേശ സ്ഥാപനം എന്നുള്ള നിലയിൽ ബഹുമാനപ്പെട്ട മേയർ തന്നെ മുൻകൈ എടുത്ത് നമുക്കിനി 4 മാസം കാലാവധിന് മുമ്പിലുണ്ട്, അതിനിടയിൽ തുടക്കം കുറിക്കാൻ നമുക്ക് കഴിയണം. ഒന്ന്, നമുക്ക് ഷെൽട്ടർ ഉണ്ടാക്കാൻ. അപ്പൊ എവിടെയാ സ്ഥലം? ഈ ചോദ്യം നമ്മൾ അന്നു മുതലേ കേട്ടുകൊണ്ടിരിക്കുന്ന ചോദ്യം. നിങ്ങളുടെ വാർഡിൽ പറ്റുമോ? ഇപ്പൊ പൊടിക്കോട്ട് ഡിവിഷനകത്ത് കോർപ്പറേഷന് അങ്ങനെ ഒരു സ്ഥലം ഇല്ല. സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ പറയാം, പക്ഷെ കോർപ്പറേഷന് സ്ഥലമുള്ള പ്രദേശങ്ങൾ ഉണ്ടല്ലോ. അത്തരം പ്രദേശങ്ങളില് ഒരു നിർദ്ദേശം നിങ്ങൾ വെക്കുക.
ഇതെന്തല്ലോ ഇതെല്ലാം എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ അവരാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടത് നാളെ ആ പ്രദേശത്ത് പോയി ചർച്ച ചെയ്യാനാണ്. ഞങ്ങൾക്ക് അതിന് ഭയപ്പാടൊന്നുമില്ല. മഞ്ഞപ്പാലത്ത് വാട്ടർ വേസ്റ്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് വന്ന സമയത്ത് വലിയ രൂപത്തിൽ എതിർത്തപ്പോ ഞങ്ങളുടെ താളിക്കാവ് ഡിവിഷനാണ്, ഞങ്ങളുടെ പാർട്ടിക്ക് ശക്തിയുള്ള സ്ഥലമാണ്, ഞങ്ങളാണ് ഇറങ്ങി പറഞ്ഞത് ജനങ്ങളോട്. അവർക്ക് ഇപ്പോഴും അതൃപ്തിയുണ്ട്, ഇപ്പോഴും പ്രശ്നമുണ്ട്. പക്ഷെ ഞങ്ങൾ ഒരു തീരുമാനം എടുത്താലോ ഉറച്ചു നിൽക്കാനുള്ള ശേഷിയും കരുത്തുമൊക്കെ ഞങ്ങൾക്ക്. പക്ഷെ നിങ്ങളല്ലേ നിർദ്ദേശം വെക്കട്ടെ എവിടെയാണെന്നുള്ളത്. ഇന്നലെ മേയറോട് സംസാരിക്കുമ്പോൾ നമ്മുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഭരണസമിതിയല്ലേ തീരുമാനം എടുത്തു വെക്കുക. എവിടെ നിങ്ങൾ വെച്ചാലും അത് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ പ്രദേശത്തെ ആളുകളോട് ഇടപെട്ടുകൊണ്ട് പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. അത് പറഞ്ഞല്ലോ. ഷെൽട്ടർ തുടങ്ങാൻ നിങ്ങൾ ഏത് സ്ഥലം നിർദ്ദേശിച്ചാലും ആ സ്ഥലത്ത് അവിടെ ജനങ്ങളുടെ ഇടയിൽ അവരുടെ തെറ്റായ ധാരണ തിരുത്തിക്കൊണ്ട് അവർക്ക് പ്രശ്നമുണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് നിങ്ങളുടെ കൂടെ ഞങ്ങളും വരും. യാതൊരു സംശയവും വേണ്ട. അപ്പൊ തീരുമാനം നമ്മൾ ഇന്ന് എടുക്കാൻ നമുക്ക് കഴിയണം. അതേപോലെ ABC പദ്ധതി നമുക്ക് ഇവിടെ നടപ്പാക്കാൻ ആവശ്യമായിട്ടുള്ള തീരുമാനം നമുക്ക് എടുക്കാൻ വേണ്ടി കഴിയണം. അതിന്റെ ഭാഗമായിട്ട് തീവ്ര വാക്സിനേഷൻ യജ്ഞം നടത്താൻ ഷെൽട്ടർ തുടങ്ങിയാൽ മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ. ഇതിനെ പിടിച്ചുകൊണ്ട് വന്നാൽ വാക്സിനേഷൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇതൊന്നും എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ മൃഗസ്നേഹികളുടെ അടക്കം ഒരു യോഗം വിളിച്ചു ചേർക്കുക. അവര് വെറുതെ ഭക്ഷണം കൊടുക്കാൻ മാത്രം ഉണ്ടായപ്പോരല്ലോ. ഭക്ഷണം കൊടുക്കാൻ മാത്രമല്ലല്ലോ മൃഗസ്നേഹികളുടെ ഉത്തരവാദിത്വം. അവരോട് തന്നെ പറയാം, വോളണ്ടിയർമാരായിട്ട് അവരുടെ കൂട്ടത്തിൽ വരാൻ സന്നദ്ധതയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരോട് നമുക്ക് പറയാം. റെസിഡൻസ് അസോസിയേഷൻ, എന്റെ ഡിവിഷനിലുള്ള റെസിഡൻസ് അസോസിയേഷൻകാരോട് പറഞ്ഞാൽ അവരെന്തായാലും അതിനെ സഹായിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ രാജ്യനഗർ റെസിഡൻസ് അസോസിയേഷൻകാരെങ്കിലും അതിന് മുന്നോട്ട് വരും. ഓരോയിടത്തും ഉണ്ടാവും അതിന് സന്നദ്ധമായിട്ടുള്ള ആളുകളെ തരാൻ. അത്തരത്തിലുള്ള ഒരു എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നതിന് പകരം ഇനിയും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു വർത്തമാനം പറച്ചിലായിട്ട് ഇതിനെ മാറ്റുതരുത് എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട മേയറോട് അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം ഇതാണ്. ഒന്ന് ഷെൽട്ടർ ഉണ്ടാക്കണം, മറ്റൊന്ന് വാക്സിനേഷൻ ഡ്രൈവ് നമുക്ക് അതിതീവ്രമായ രൂപത്തിൽ എങ്ങനെയാണ് അത് ആരോഗ്യ സംവിധാനം വെറ്ററിനറി വകുപ്പും കൂടി ചേർന്നുകൊണ്ടാണ് അത് നടത്താൻ വേണ്ടി സാധിക്കുക. അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. മറ്റൊന്ന് നമ്മുടെ വേസ്റ്റ്. ഇപ്പൊ കണ്ടോൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ പറഞ്ഞു, കളക്ടറുടെയും MP-യുടെയും ഉൾപ്പെടെ ശ്രദ്ധയിൽ നമുക്ക് കൊണ്ടുവരാം. അടിയന്തരമായിട്ട് ഇടപെടണം. കണ്ടോൺമെന്റിലെ വേസ്റ്റിന്റെ പ്രശ്നം വളരെ ഗുരുതരം തന്നെയാണ്. അത് അത്രമേൽ നമ്മുടെ നഗരത്തിന് തന്നെ ഏറ്റവും മോശം വരുത്തുന്ന, അപമാനം വരുത്തുന്ന ഒന്നായിട്ട് കണ്ടോൺമെന്റ് മേഖലയിലെ വേസ്റ്റ് കുന്നുകൂടി ഇടുന്നത് വരുന്നു. അവരവരുടെ പ്രദേശമൊക്കെ വൃത്തിയാക്കും, എന്നിട്ട് ആ വേസ്റ്റ് കൂടെ കൊണ്ടുവന്ന് അവിടെയാണ് തട്ടുന്നത്. നമ്മുടെ ജില്ലാശുപത്രിയിലേക്ക് തിരിയുന്ന ആ വഴിയുടെ അവിടെയാണ്. അപ്പൊ അവരെ തുടർച്ചയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവരെ കൊണ്ട് തീരുമാനമെടുപ്പിക്കാൻ നമുക്ക് ഒരുമിച്ച് നമുക്ക് ഇടപെടാൻ കഴിയണം. അതില് മറ്റു പൊതുവിടങ്ങളിലുള്ള മാലിന്യം, ആ മാലിന്യം അടിയന്തരമായി നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. ഈ നഗരത്തിലെ ഹോട്ടലുകള്, അതുപോലെ മറ്റു മാംസവ്യാപാര സ്ഥാപനങ്ങൾ, അവരുടെ എല്ലാം പ്രതിനിധികളെ നമുക്ക് വിളിച്ചു ചേർക്കാൻ വേണ്ടി കഴിയണം. വാർഡ് തലത്തിലേക്ക്, സോണൽ തലത്തിലും വാർഡ് തലത്തിലും അതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് ഇതിന്റെ തുടർ പരിപാടി എന്നുള്ള നിലയിൽ ഇത്തരം കമ്മിറ്റികൾ ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ ഇടപെടൽ നമ്മൾ ചെയ്യുമ്പോൾ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ. ഇപ്പൊ നമുക്ക് ചെറിയ പ്രദേശങ്ങളെങ്കിലും നമുക്ക് മാലിന്യമുക്തമെന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിഞ്ഞല്ലോ. ചില വാർഡുകളിലെങ്കിലും ചില പട്ടണ പ്രദേശം അല്ലെങ്കിൽ ചില ടൗണുകളെങ്കിലും നമുക്ക് അതിന് സാധിച്ചില്ലേ? എല്ലാം കഴിഞ്ഞിട്ടില്ല. പക്ഷെ അതിന് കഴിയുന്ന രൂപത്തിൽ പരമാവധി നമ്മൾ ശ്രമിച്ചിട്ട് നടക്കാത്തത് വേറെ കാര്യം. പക്ഷെ നമ്മൾ ശ്രമിക്കാൻ നമ്മൾ സന്നദ്ധമല്ലാതെ തൊടുന്യായം പറഞ്ഞ് മാറി നിൽക്കരുത് എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട മേയർ, നമ്മുടെ 2 ദിവസം നമുക്കറിയാം ചാനലുകളിലും ഒക്കെ ചർച്ചയായ വിഷയങ്ങൾ നമുക്കറിയാം. നമുക്ക് ആ സംബന്ധിച്ചിടത്തോളം ഒരു അപകടം വരുമ്പോൾ മാത്രമാണ് നമ്മളെല്ലാത്തിനും ഒരു സംവിധാനത്തെക്കുറിച്ച് തേടിപ്പാറും. ഇത് നേരെ മറിച്ച് നമുക്കറിയാം, 1 മാസം മുന്നേ നമ്മുടെ വാർഡിൽ 7 പേരെ ഒരുമിച്ച് കടിച്ചിട്ടുണ്ട്. ആ സമയങ്ങളിൽ ഞാൻ ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ടപ്പോൾ ഒരു കൃത്യമായ ഒരു സംവിധാനങ്ങളോ ഒരു നേർരേഖയോ ഇല്ല എന്ന് എനിക്ക് കൃത്യമായി മനസ്സിലായി. ഞാൻ പലതവണ നമ്മുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ വിളിച്ചു, നമ്മുടെ പട്ടിപിടുത്തക്കാരെ അവരെ ബന്ധപ്പെട്ടു. പക്ഷേ അവർക്കൊന്നും ഒരു നിർദ്ദേശമോ ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ കടിക്കുന്ന നായ്കളെ പിടിച്ചു കൊണ്ടുപോകാനുള്ള ഒരു ധൈര്യവുമില്ല, ഒരു വ്യവസ്ഥതയുമില്ല. അങ്ങനെ 2-3 തവണ ഓരോ ആളുകളെ വിളിക്കുമ്പോഴും മാറി മാറി നമ്പർ തരുന്നതല്ലാതെ ഇതിനൊരു സംവിധാനങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പൊ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, കാരണം നമ്മുടെ
ABC എന്നുള്ള സംവിധാനങ്ങളും നടക്കുന്നില്ല. ഇതിനൊരു കൃത്യമായ ഒരു കൃത്യനിഷ്ഠയോടുകൂടുള്ള സംവിധാനങ്ങളില്ല എന്ന് മനസ്സിലായി. അങ്ങനെ ജനങ്ങൾ നമ്മളെ തെറി പറയുന്ന ഒരു സാഹചര്യത്തിലെത്തിയത്. നമുക്കറിയാം, ഈ കുഞ്ഞങ്കോട്ടന്റെ വാർഡിന്റെ അടുത്താണ് ഈ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. ആ സമയങ്ങളിലൊക്കെ കോർപ്പറേഷൻ വിളിച്ചാലും ഇവിടെ വിളിച്ചാലും പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിനുള്ള പരിമിതികളുണ്ട്. നേരത്തെ നമ്മുടെ ഡെപ്യൂട്ടിമാർ പറഞ്ഞതുപോലെ. പക്ഷെ അതിന്റെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇന്നലെ ഈ ഒരു അനുഭവം നമുക്ക് കാണുന്നത്. ഇത് കാണുമ്പോൾ മാത്രമാണ് ഇത് നമ്മൾ ഗൗരവമായി എടുക്കുന്നത്. കാരണം ഇത് ചില ഒറ്റപ്പെട്ട വാർഡുകളിലൊക്കെ നായികൾക്ക് ഇങ്ങനെയുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും പറയുന്നത് ഇതിനൊരു സംവിധാനമില്ല എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ പ്രകൃതിയിൽ ഒരുപാട് ജീവജാലങ്ങളുണ്ട്, പാമ്പുകളുണ്ട്, അതുപോലെ ആനക്ക് മതാളങ്ങളുണ്ട്. ഇങ്ങനെ ഓരോ വ്യത്യസ്ത മേഖലകളിൽ നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം അക്രമ സ്വഭാവം രീതികളിലേക്ക് പോകാറുണ്ട്. പക്ഷേ അക്രമ രീതി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് ഇതിനെക്കുറിച്ച് നമുക്ക് സംവിധാനങ്ങൾ ഉണ്ടാക്കാനാണ് നമ്മളിവിടെ ഭരണകൂടം എന്നുള്ള സംവിധാനം നമ്മൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഇന്ന റൂളുകൾ പറഞ്ഞാലും നമുക്കറിയാം, ഇന്ന് നമ്മുടെ ഓരോ ആൾ വാക്സിനേഷൻ എടുത്താൽ പോലും ഇന്ന് പട്ടികളൊക്കെ പ്രസവിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇന്ന് നമുക്ക് ഓരോ മുക്കിലും മൂലയിൽ എടുത്തു കഴിഞ്ഞാൽ ഒന്ന് നമ്മളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. ഇന്ന് സ്കൂളുകൾ കേന്ദ്രീകരിച്ചാലും എവിടെയാണോ ഒരു കൂടകളുള്ളത് അവിടെയൊക്കെ ഈ പട്ടികൾ ഒന്നിച്ചു കൂടിയിരുന്ന് അവിടെ ചില ആളുകളെ കടിക്കുന്ന ഒരു സമീപനം ഉണ്ടാവും. പക്ഷെ ഇതെവിടെ നമ്മൾ പിടിച്ചു കൊണ്ടുപോകും? ചില ആളുകൾ തയ്യാറാവുന്നുണ്ട് അവിടെ കൊണ്ടുപോകുമ്പോൾ, പക്ഷെ അവിടെ തന്നെ എല്ലാവരും കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഭരണ സംവിധാനം എന്നുള്ള നിലക്ക് നോക്കുമ്പോൾ നമ്മളെ കൗൺസിലർമാരോടും എല്ലാവരോടും ചോദിക്കുന്നത് ഇതിനെവിടെയാണ് കൊണ്ടുപോയിടുക? ആ സമയത്താണ് നമ്മളൊന്ന് നമ്മൾ ഇത്രയും കാലങ്ങൾ നമ്മൾ ഇന്ന് പല വിഷയങ്ങൾ ഉണ്ടായിട്ട് പോലും ഇതിനെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഇതിന് നല്ലൊരു ഷെൽട്ടർ സംവിധാനമാക്കാൻ നമ്മുടെ കോർപ്പറേഷൻ ഭാഗത്ത് നിന്ന് നമ്മൾ തുനിയണം എന്ന് തന്നെയാണ്. കാരണം നമുക്കറിയാം, ഇതിന് നമ്മുടെ ജനപ്രദേശ മേഖലകളിലൊന്നും ഇതിന് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, പല മേഖലകളിലും നമുക്കിന്നറിയാം, നമ്മുടെ പയ്യാമ്പലം പോലുള്ള പ്രദേശങ്ങൾ, അതിപ്പോ അവിടെ നമുക്ക് അല്ലെങ്കിൽ ഇതൊക്കെ ആലോചിച്ച് എല്ലാ വിഭാഗം ആളുകളെയും, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ് ഇതിനെ സംരക്ഷകരായി വരുന്ന ആളുകളെ കൂടി ബോധവൽക്കരിച്ചുകൊണ്ട് എല്ലാരെയും കൂട്ടമായ പ്രയത്നത്തിന്, കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടിയിരിക്കുന്ന ഓരോരാളും ജനപ്രതിനിധികളാണ്. കാരണം നമുക്കറിയാം, ഇന്നലെ മാധ്യമങ്ങളിൽ കാണുന്നത് വേറൊരു ചർച്ച വെക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്തിൽ ഒരു ചർച്ച വെക്കുന്നു. ഇതൊക്കെ പറയുമ്പോഴും ജനങ്ങൾ മനസ്സിലാക്കുന്നത് ഇതിനെന്താണ് ഒരു പ്രതിവിധി എന്നുള്ളതാണ്. നാളെ ഇത് കടിച്ചു കഴിഞ്ഞാലും ഇതിനെന്താണ് പ്രതിവിധി? കണ്ണൂർ ആശുപത്രിയിൽ പോയി ചികിത്സ തേടുക അല്ലാതെ ഇന്ന് ആളുകൾക്കൊക്കെ ഹെൽമറ്റും അതുപോലെ തന്നെ നമ്മുടെ ക്രിക്കറ്റ് കളിക്കുന്ന എല്ലാ സാമഗ്രികളും വിട്ട് തെരുവോരങ്ങളിൽ പോകേണ്ട ഒരു സ്ഥിതിവിശേഷങ്ങളാണുള്ളത്. അപ്പൊ ഇത് വെച്ച് ഉറപ്പിക്കാൻ സാധിക്കില്ല. കാരണം ഒരു ഭരണ സംവിധാനം എന്നുള്ള നിലക്ക് നമ്മളെല്ലാവരും കൂട്ടമായി ഇത് ആലോചിച്ച് ഇതിനൊരു പരിഹാരം കാണണം ഇന്നത്തെ കൗൺസിൽ. അല്ലാതെ നമ്മൾ ഇന്ന് ചർച്ച നടത്തി ഇത് പിരിഞ്ഞുപോയി നാളെയും ഇതുപോലെ ഇതിനും ഭയാനകമായ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രം നമ്മൾ ഷെൽട്ടറുകളിൽ കുറേ പായുന്നത് ശരിയല്ല. അതുകൊണ്ട് ഇനിയും നമുക്ക് സമയം പാഴാക്കാനില്ല. അതുകൊണ്ട് തന്നെ അതിനുള്ള സൗകര്യങ്ങളും നോക്കി നമ്മൾ ഇതിനു വേണ്ടുന്ന നടപടിക്ക് മേയറടക്കം ഇന്ന് മുഴുവൻ ആളുകളെയും ഇന്നൊരു തീരുമാനത്തിൽ എടുത്തുകൊണ്ട് ഇതിൽ നിന്ന് പിരിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. 2 ദിവസം അതിഭീകരമായിട്ടുള്ള ഒരു പ്രശ്നം വന്നതോടുകൂടിയാണ് ഇത് ചർച്ചയാവുന്നത്. മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ എൻ്റെ ഡിവിഷനുമായി ബന്ധപ്പെട്ടിട്ട് വിഷയം വന്നപ്പോൾ ചർച്ച ചെയ്യുകയും ABC ഏർപ്പാടാക്കുകയും ചെയ്തു. ABC വന്ന് വാക്സിൻ കൊടുത്ത നായിയെ അവിടെ തന്നെ കൊണ്ടുവിട്ട് ഇപ്പോൾ പ്രസവിച്ചിട്ടില്ല. ABC ഫലപ്രദമായിട്ട് അവിടെ നടന്നിട്ടില്ല. പിന്നെ നമ്മൾ അതല്ല വേണ്ടത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്ക് പറയുവാനുള്ളത്, നമ്മളിപ്പോ അന്നേരം കൗൺസിലർമാരായിട്ടുള്ള 2 പേര്, പിന്നെ സുരേഷ് ബാബു എളിയാവും സാബര ടീച്ചറും ആ കൗൺസിൽ യോഗത്തിൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നതാണ്. നമ്മുടെ പ്രദേശത്ത് സ്ഥലമുണ്ട്, നമുക്ക് അതിന് പറ്റുമോ എന്ന് നോക്കാം എന്ന് 2 കൗൺസിലർമാരും പറഞ്ഞിരുന്നു ആ കൗൺസിൽ യോഗത്തിൽ ഞാൻ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ. അപ്പൊ പിന്നീട് അതിന്റെ തുടർ പ്രവർത്തനം നടന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ സ്ഥലം വിലക്ക് വാങ്ങി കണ്ടെത്തി വിലക്ക് വാങ്ങി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള ഒരു ധാരണയല്ല. നമുക്ക് ലീസിനെടുത്തിട്ട് തൽക്കാലം അടിയന്തരമായി ഈ നായ്കളെ, അക്രമകാരികളായിട്ടുള്ള നായ്കള് നമുക്ക് ആ തരത്തിലുള്ള ഒരു കൂട് ലീസിന് സ്ഥലം എടുത്തിട്ട് അവരെ പാർപ്പിക്കുവാനുള്ള ഒരു സൗകര്യം അടിയന്തരമായിട്ട് നമുക്ക് ചെയ്താൽ കുറച്ച്, നമ്മളിപ്പോ സ്ഥലം വാങ്ങുക എന്ന് പറയുമ്പോൾ ഒരുപാട് ഫണ്ടുകൾ ചെലവഴിച്ച് അത് അങ്ങെത്ത് നമ്മൾ പോകുന്നൊന്നും ആവുന്നുള്ള ലക്ഷണമില്ല. ഇനി വരാൻ പോകുന്നത്, ഇപ്പൊ പട്ടണത്തിലെ പ്രശ്നമാണ് 2 ദിവസം ചർച്ച ചെയ്തിട്ടുള്ളത്.
എടച്ചവ ഡിവിഷനിൽ മയ്യാലപ്പീടിയിൽ ഇന്നലെ 18 നായി ഉണ്ട് എന്നാണ് എന്നെ അവിടെയുള്ള ഒരു അമ്മ വിളിച്ചു പറഞ്ഞത്. കുട്ടികളെ സ്കൂളിൽ പോകാൻ അനുവദിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. വടിയും കൊടയുമായി പോയാൽ പോലും പിന്തുടർന്ന് വരുന്ന ഒരു ഭീതി അവർക്കുണ്ട്. അവർ ഇന്നലെയും മെഞ്ഞാന്നത്തെയൊക്കെ പത്രത്തിൽ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു ഇന്ന് കൗൺസിലുകളോട് എന്താ തീരുമാനമെടുക്കുക എന്നറിയില്ല, നിങ്ങളൊന്ന് ശക്തമായി ഇടപെടണം. ഇടപെടാത്തതിന്റെ വിഷയമല്ല എന്ന് അവർക്കറിയില്ലല്ലോ. അപ്പോ നമ്മൾ എടച്ചവ ഡിവിഷൻ, അതുപോലെ തന്നെ എടച്ചവ യു പി സ്കൂളില് വിദ്യാർത്ഥികൾക്ക് അവിടെ വിദ്യാർത്ഥികൾ ചെല്ലുമ്പോൾ വരാന്തയിലും മുറ്റത്തും ഒക്കെ നായാണ്. അപ്പൊ ഈ വിഷയം നമ്മളിപ്പോ പട്ടണത്തിൽ അഭിമുഖീകരിച്ച ആ വിഷയം നമ്മുടെ ഡിവിഷനുകളിലേക്കും വരും. അതിഭീകരമായിരിക്കും. വിദ്യാർത്ഥികളെയൊക്കെ കടിച്ചാൽ നമ്മൾക്കറിയാം, ഒരു വിദ്യാർത്ഥി ഇന്ന് മരണത്തോട് മല്ലിട്ട് കഴിയുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വളരെ വിഷമമുണ്ട്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഇത്തരത്തിലുള്ള ഒരു നടപടി കൈക്കൊള്ളണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പറയുന്ന ആളുകള് ഒരു നേരം അതിന്റെ ഏകദേശം കുറച്ച് ദൂരത്തെ ഏതൊക്കെ ഒരു ഭാഗത്ത് വന്ന് നിന്ന് നോക്കിയാൽ മതി. ഒരു 5 മണി മുതൽ ആ ഭാഗത്തുള്ള ആളുകൾക്ക് സ്വസ്ഥതയോടുകൂടി വീട്ടിൽ സമാധാനത്തോടുകൂടി ഇരിക്കാൻ വരെ പറ്റുന്നില്ല. അത്രമാത്രം ഓരിയിട്ട് കോലാഹലങ്ങൾ കുരച്ചുണ്ടാക്കുന്ന പ്രശ്നങ്ങള്. അതുകൊണ്ട് ഇതിനെ ഒരു ഷെൽട്ടർ തുടങ്ങിയാൽ, അതായത് ഇന്നത്തെ നമ്മുടെ കൗൺസിലിൽ നിന്ന് എല്ലാ കൗൺസിലേഴ്സും ഷെൽട്ടർ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് ഇന്ന് നമ്മൾ ഇവിടുന്ന് പിരിയുന്നതിന് മുമ്പേ നമ്മുടെ വാർഡുകളിൽ നിന്നും പല ഭാഗത്തു നിന്ന് ആളുകൾ ചോദിക്കും കൗൺസിലേഴ്സിനോട്, നിങ്ങൾ ഇന്നെന്താ തീരുമാനിച്ചേ? നമ്മൾ ഷെൽട്ടർ തുടങ്ങാൻ തീരുമാനിച്ചു. ഇനി ഏതെങ്കിലും ഒരു വാർഡിലോ ഏതെങ്കിലും കോർപ്പറേഷന്റെ പരിധിയിൽ ഒരു പ്രദേശത്തോ ഷെൽട്ടർ തുടങ്ങിയാൽ തന്നെ പ്രിയമുള്ളവരെ അതിന്റെ ദുരന്തം പിന്നീട് നമ്മൾ തുടങ്ങിയത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന രൂപത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന നിലയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മുടെ ഷൈജു കൗൺസിലർ പറഞ്ഞു പ്രശ്നം വരുമ്പോൾ മാത്രം ഇവിടുന്ന് ഇങ്ങനെ ചർച്ച ചെയ്യും. അത് ലോകത്ത് എവിടെയും നമ്മൾ കാണുന്ന കാഴ്ചയാണ്. അതിനാണ്, അതായത് പ്രശ്നം വരുമ്പോൾ മാത്രം ചർച്ച ചെയ്യുക എന്ന് പറയുന്നത് അത് കണ്ണൂർ കോർപ്പറേഷന്റെ അവസ്ഥ മാത്രമല്ല, ലോകത്ത് എവിടെയും എന്ത് പ്രശ്നം വരുമ്പോഴാണ് ആളുകൾ ഇടപെടുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നത്. അതുകൊണ്ട് മേയറെ, ഇതൊരു കണ്ണൂർ കോർപ്പറേഷന്റെ മാത്രം കൗൺസിലേഴ്സിന്റെ മാത്രം ഉത്തരവാദിത്വമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഈ കൗൺസിലിൽ നിന്ന് എത്രയും പെട്ടെന്ന് അടിയന്തിരമായി ഇന്നെങ്കിൽ ഇന്ന്, നാളെയെങ്കിൽ നാളെ എന്ന രൂപത്തിൽ നാളെ ഒരു 9 മണിക്കോ 10 മണിക്ക് മുമ്പായി ഒരു സർവകക്ഷി യോഗം വിളിച്ചു കൂട്ടിക്കൊണ്ട് ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും പ്രശ്നമാണ്. അവരാണ്, എല്ലാവരും കൂടിയാണ് ഇതിന് പരിഹാരം കാണേണ്ടത്. മറിച്ച് ഒരു മേയർ മാത്രമല്ല, ഒരു ഡെപ്യൂട്ടി മേയർ മാത്രമല്ല, നമ്മുടെ കൗൺസിലേഴ്സ് മാത്രമല്ല, ഈ ലോകത്തുള്ള നമ്മുടെ കണ്ണൂർ കോർപ്പറേഷന്റെ പരിധിയിലുള്ള ഈ കണ്ണൂർ ജില്ലയിലുള്ള ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ചിരുന്ന് പരിഹാരം ഉണ്ടാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സർവകക്ഷി യോഗം വിളിച്ചു കൂട്ടിയിട്ട് ഇതിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഇടപെടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന്റെ കൂടെ ഇന്നലെയൊക്കെ പ്രതിഷേധവുമായി വന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, പ്ലീസ് എന്റെ ഒരു അപേക്ഷയാണ്, അവരൊന്ന് എന്റെ വാർഡിൽ വരുമോ? ഇവിടെ നിലവിൽ ജില്ലാ പഞ്ചായത്ത് DPC ആ പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ശേഷം കൃത്യമായി അതിനകത്തേക്ക് പണം നിക്ഷേപിച്ചിട്ടുണ്ട്. ഓരോ വിളിക്കുന്ന ആളുകൾക്ക് അവിടെ അവർ ടീം വന്ന് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വിളിച്ചിട്ടില്ല എന്നർത്ഥം. നിങ്ങൾ 7-ാം വാർഡ് നോക്കിയതുപോലെ 8-ാം വാർഡ് നോക്കുന്നുണ്ടാവില്ല. അപ്പൊ അത് നമ്മൾ വിളിച്ചാൽ അത് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കും. അപ്പൊ വിളിക്കാത്തതാണ് പ്രശ്നം. അപ്പൊ ഇവിടെ പറയട്ടെ, ABC നടത്തുന്നതല്ല ഇപ്പൊ സത്യത്തിൽ. ഇപ്പൊ എനിക്ക് ഒരുപാട് സംശയവും ആശങ്കയില്ല. ഇപ്പൊ ഒരാൾ പറഞ്ഞു ABC നടത്തി തിരിച്ചോട് കൊണ്ടുവന്നു, പിറ്റത്തെ മാസം 3 മാസം കഴിഞ്ഞപ്പോ ആ പട്ടി പ്രസവിച്ചു. അപ്പൊ എന്ത് ഉദ്യോഗം മാറിപ്പോയോ? ഉദ്യോഗം മാറിപ്പോയോ? കാരണം ABC നടത്തി 4 മാസം കഴിയുമ്പോൾ ആ പട്ടി പ്രസവിക്കുന്നുണ്ടെങ്കിൽ ഏത് ഇഞ്ചക്ഷനാണ് കൊടുക്കാനാണ് സംശയം. അപ്പൊ ആ കൊടുക്കുന്നത് വാക്സിനാണോ പച്ചവെള്ളാണോ എന്ന് ആലോചിക്കണം. ഇപ്പോൾ ഇന്നലെ വന്ന വേറെ വാർത്ത ആരും ചർച്ച ചെയ്തിട്ടില്ല. മെയ് മാസം 31-ാം തീയതി പയ്യാമ്പലത്തിൽ വെച്ച് ഒരു തമിഴ് ബാലനെ പട്ടി കടിച്ചതിന് ആ കുട്ടിക്ക് ഇപ്പോഴ് പേവിഷബാധയുടെ ലക്ഷണങ്ങൾ കണ്ടുവന്ന് പത്രത്തിൽ കാണുന്നു. അപ്പൊ ആ കുട്ടിക്കോ ഞാൻ അന്വേഷിക്കപ്പെടുന്ന ആ കുട്ടിക്ക് കൃത്യമായി കടിയേറ്റ 1, 3, 8, 15, 20 അങ്ങനെയുള്ള അതിന്റെ കൃത്യമായ അവസാനത്തെ കുറച്ച് ബാക്കിയെല്ലാം വാക്സിൻ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഗൗരവമുള്ള ചർച്ചകൾ പല സ്ഥലത്തും വാക്സിൻ എടുത്തിട്ടും ആളുകൾക്ക് പേരിളക്കുന്നു. അപ്പൊ കൊണ്ടുവരുന്ന അതിന്റെ ഈ പറയുന്നവരെ അഴിമതി തന്നെയുള്ളൂ.
ചെയ്താൽ ജീവൻ നഷ്ടപ്പെടുന്നതിന് നമ്മൾ ഒരു സമയമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെ ഇന്നലെ കണ്ടത് ഒരു പേക്കൂത്തല്ലേ, ആ പേക്കൂത്തിന്റെ തുടർച്ചയല്ലേ നമ്മുടെ കൗൺസിലിൽ കണ്ടത്. കൗൺസിൽ യോഗത്തിൽ അകത്ത് ചർച്ച ചെയ്യണ്ടേ, ആ ചർച്ച ചെയ്യണമായിരുന്നു കൗൺസിലകത്ത്. ആ കൗൺസിലകത്ത് ചർച്ച ചെയ്യാൻ അവസരം ഉണ്ടാകാത്ത വിധത്തിൽ ഒരു ഷോ നടത്തണം. ആ ഷോ മാധ്യമങ്ങളിലൂടെ അറിയിച്ചുകൊണ്ട് കോർപ്പറേഷൻ മോശമായി. ഞാൻ പറയട്ടെ, ഇവിടെ കോർപ്പറേഷൻ ഒരിക്കലും ഞാൻ സംസാരിക്കട്ടെ പ്ലീസ്. അതല്ല ശരിയല്ല. ഞാൻ മൈക്ക് വെച്ചിട്ടാണ് രണ്ട് കൗൺസിലോട് സംസാരിച്ചു. ഞാനൊരു അക്ഷരം പറഞ്ഞില്ലല്ലോ. എന്തെങ്കിലും അസ്വസ്ഥത എന്താണ് അസ്വസ്ഥത? ഇല്ല, ബഹുമാനപ്പെട്ട മെമ്പർ പ്ലീസ്. ശരിയാണോ? അല്ല, പ്ലീസ്. ഈ രീതിയിൽ ഇടപെടുന്നത് ശരിയല്ല. നിങ്ങൾ സംസാരിക്കുമ്പോൾ ജില്ലാ പഞ്ചായത്തിനെതിരെ കോർപ്പറേഷൻ മേയർ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാ പറഞ്ഞത്? ഈ വിഷയം പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് വലിയ വാർത്തയായി വന്നപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് ആദ്യം പറഞ്ഞത്, ഇത് കോർപ്പറേഷൻ ഉത്തരവാദിത്തമാണ്, കോർപ്പറേഷനാണ് ചെയ്യേണ്ടത്, നമുക്ക് യാതൊരു ഉത്തരവാദിത്തമില്ല. അത് പറഞ്ഞതിലാണ് ഗവൺമെന്റ് ഇറക്കിയ ഉത്തരവിന്റെ കോപ്പി കാണിച്ചുകൊണ്ട് LPC നടത്തുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് ചുമതലപ്പെടുത്തുകയാണ് ജില്ലാ പഞ്ചായത്തിനെ. DPC പ്രൊജക്റ്റായി വെച്ചിട്ട് തദ്ദേശ സ്ഥാപനങ്ങളെ ചേർത്ത് അതിനകത്തേക്ക് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങൾ അതിനകത്ത് പങ്കാളിയാകണം എന്നതാണ് നാം ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ പങ്കാളിയായിട്ടുണ്ട്. പിന്നെ എനിക്കിപ്പോ വേറെ സൂചിപ്പിക്കാൻ കാര്യമുള്ളൂ, നമ്മൾ നമ്മുടേതായ പദ്ധതികൾ ആലോചിച്ച് പോകണം. വളരെ ഗൗരവം. ഇവിടെ വിഷയം ഉണ്ടാക്കിയതിനു ശേഷം ഒരു ചർച്ച ചെയ്ത് ആഗ്രഹിക്കുന്നവരുണ്ട്. അതിന് നമ്മൾ നിന്ന് കൊടുക്കണ്ട. ഓരോ വിഷയവും കൊണ്ടുവന്നത് അങ്ങനെയാണ്. ആ വിഷയത്തിനകത്ത് നമുക്ക് നേരത്തെ ടീച്ചർ സംസാരിച്ചപ്പോൾ പറഞ്ഞത് പഠനപാഠത്തിൽ നമ്മളാണ് പരിഹരിച്ചത്. എവിടെയാണ് പഠനപാഠത്തിന്റെ പല ഘട്ടങ്ങളിൽ ചർച്ചക്കകത്ത് കൊണ്ടുവന്നതായിട്ട് ഞാൻ കണ്ടപ്പൊന്നും വേണ്ടിയിട്ടില്ല. പഠനത്തോട് ഞങ്ങൾ നിലപാടെടുത്തുകൊണ്ടതാണ്. എന്താണ് പഠനത്തോടുള്ള പ്രശ്നം? പഠനപാഠത്ത് ആ പ്ലാനിൽ കൊണ്ടുവരാൻ വേണ്ടി തീരുമാനമെടുത്തത് ഇതാണ്. ഞാനപ്പോൾ കഴിഞ്ഞ ഭരണസമിതിയാണ്. ആ ഭരണസമിതി എടുത്തപ്പോൾ ആ ഭരണസമിതി തീരുമാനം നടപ്പാക്കാനാണ് പ്ലാന്റ് കൊണ്ടുവരാൻ തീരുമാനപ്പെടുത്തപ്പോൾ ആ പ്രദേശത്തെ മുഴുവൻ വീടുകളിൽ പോയിട്ട് ബന്ധപ്പെട്ട ആളുകൾ വീടുകാരെ പറഞ്ഞില്ല, മുനിസിപ്പാലിറ്റി ഭരിച്ച ആളുകളൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ ഇവിടെ നല്ല പ്ലാന്റ് കൊണ്ടുവരാൻ പോകുന്നു, ഇനി മലിനജലം ഒഴുകിയില്ല, പ്ലാന്റ് കൊണ്ടുവരാൻ പോകുന്നു പറഞ്ഞു. ആ കാര്യം കഴിഞ്ഞിട്ട് അവസാനം പദ്ധതി ഉണ്ടാക്കി നമ്മുടെ ഭരണസമിതി മാറി വന്നതിന് ശേഷം ആ പദ്ധതി തുടരാൻ ഞങ്ങൾ തീരുമാനിക്കുന്നു, നടപ്പാക്കുന്നു. ആദ്യം വിട്ടിട്ട് പോയ പദ്ധതി ഞങ്ങൾ അത് എടുത്ത് അതിനാവശ്യമായ കാര്യം ചർച്ച ചെയ്ത് ബന്ധപ്പെട്ട ആളുകളെ കൊണ്ടുവന്ന് ടെൻഡർ നടത്തി പൂർത്തിയാക്കി ആ കമ്പനിയെ കൊണ്ട് പ്രവർത്തി ആരംഭിക്കുമ്പോൾ അങ്ങനെ പോയിട്ട് ഇതേ വീടുകളിൽ പോയി പല വീടുകളിൽ പോയി മുമ്പ് മുനിസിപ്പാലിറ്റി മലിനജലം ഒഴുക്കിയെങ്കിൽ ഞങ്ങൾ ഇതെല്ലാം ട്രീറ്റ് ചെയ്ത് ശുദ്ധജലമാക്കുമെന്ന് പറഞ്ഞ അതേ ആളുകൾ വീടുകാരെ പറഞ്ഞു എനിക്ക് കാര്യം വന്നാൽ ഈ വാദം ഉണ്ടാവുക. അപ്പൊ അതാണ് ചർച്ചയത്. അവസാനം അങ്ങനെ സമരത്തിലേക്ക് വന്ന ആളുകൾ ഏതെങ്കിലും കാര്യം പോയി കടന്നു എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്ന് പറഞ്ഞ കാരണം ഞാൻ എല്ലാവരും പ്രയോഗത്തിൽ ഉന്നയിച്ച വിഷയമാണ്. ഇതെങ്ങനെയാണ് 6 മാസം കൊണ്ട് സംഗതി മാറിപ്പോയത്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ കാര്യം ഇപ്പോഴും ഞങ്ങളുടെ നിലപാടുകൊണ്ടാണ് പ്ലാനിൽ വന്നത് എന്ന രൂപത്തിൽ ഇങ്ങനെ വലിയ രൂപത്തിൽ ഉദാഹരണ മനസ്സിലാണെന്ന് ഞങ്ങൾ വിശ്വസിക്കാൻ ശ്രമിച്ച ഞങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ അത് ശരിയാണെന്ന് ഞാൻ തിരിച്ചു പോകുന്നതോട് പറഞ്ഞത്. ഇവിടെ പറയാനുള്ള കാര്യം മാത്രമാണ് ദീർഘമായി സംസാരിക്കുന്നത്. ഒറ്റ കാര്യം, ഞങ്ങളൊരു തീരുമാനം എടുക്കണം. പൊതുവികാരമാണ്. ആ വികാരത്തെ ആ വികാരം പറഞ്ഞല്ല. SPC എന്താ വിഷയം? എന്താണ് SPC? നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? സൊസൈറ്റി ഓഫ് പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി അഗൈൻസ്റ്റ് ചിൽഡ്രൻ അല്ലേ? എന്താണ് മലയാള വിഷയം? അതായത് മൃഗങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന ക്രൂരമായ ആക്രമണങ്ങളെ തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു സൊസൈറ്റി എന്നതാണല്ലോ. ആ സൊസൈറ്റിയുടെ കാര്യത്തിൽ ആ പ്രവർത്തനം ഭംഗിയായി നിർവഹിക്കുന്നുണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിനകത്ത് ചില ക്രൂവൽറ്റിക്ക് വേണ്ടി ചില ആളുകൾ അവിടെ വന്നിരുന്നു. ആ സൊസൈറ്റി ഭാരവാഹികൾക്കെതിരെ ക്രൂവൽറ്റി നടത്താൻ വേണ്ടിയിട്ട് കുറെ ആളുകൾ വന്നിരുന്നു. അവരെ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. നടത്തുന്ന കാര്യം അറിയാം. ഇവിടെ അതിന്റെ ചരിത്രം മനസ്സിലാക്കണം. ആ സൊസൈറ്റിക്കെതിരെ ഇതിനു മുൻപ് നടപടി ഉണ്ടായി, അത് പിടിച്ചെടുക്കാനുള്ള ശ്രമം ഉണ്ടായി.
ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കലക്ടർ ഉപയോഗിച്ച് ജില്ലക്കകത്ത് വേറൊരു SPC ഉണ്ടാക്കി അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു. കലക്ടറിനകത്ത് ഒരു റൂം പ്രത്യേകിച്ച് ഉണ്ടാക്കി പ്രത്യേക പ്രവർത്തനം ആരംഭിച്ചു. ആ പ്രവർത്തനം ഒഴിവാക്കി അവസാനം കുറെ കാലം നടന്നപ്പോൾ അത് അടച്ചു കൂട്ടിയിട്ട് അത് പോയി, അത് നടത്തില്ല. ഇപ്പോഴാണ് ഈ സൊസൈറ്റി എന്തിനു വേണ്ടിയിട്ടാണ് രൂപീകരിച്ചത്, ആ രൂപീകരിച്ച പ്രവർത്തനമാണ് നടക്കുന്നത്. ആ കോമ്പൗണ്ടിൽ പോയി കഴിഞ്ഞാൽ കാണും അങ്ങനെ മുറിവേറ്റ പല പട്ടികളെയും ബഹളം കൊണ്ട് അതുപോലെ ദുർഗന്ധം കൊണ്ട് പ്രയാസം കൊണ്ട് എന്നൊക്കെ പറഞ്ഞ പ്രശ്നമുള്ളത്. അവിടെ മുറിവേറ്റ പട്ടികളെ അപകടത്തിലായ പട്ടികളെ തന്നെ സംരക്ഷിച്ച് അവിടെ നിന്ന് ചികിത്സ കൊടുക്കുന്നതാണ്. അതിനകത്ത് കോമ്പൗണ്ട് അകത്ത് കാണാൻ പറ്റും. അത് നിങ്ങൾ പറഞ്ഞ വിഷയം വേറെയാണ്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ സൊസൈറ്റി എന്ന് പറയുന്നത് ആ മേഖലയിലുള്ള എല്ലാ വിഷയവും ഏറ്റെടുക്കാനുള്ള സൊസൈറ്റി അല്ല, അത് പറയാൻ മാത്രമല്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട രണ്ട് തരത്തിൽ, ഒന്ന് നമ്മള് പദ്ധതി വേഗത സമയത്തേക്ക് കൊണ്ടുവരാൻ ഭാഗത്ത് ഒന്ന് ABC കേന്ദ്രം മറ്റാരെയും ആശ്രയിക്കാതെ നമുക്ക് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്ന് പരിശോധിക്കണം. അതുപോലെ തന്നെ ഷെൽട്ടർ എന്ന് പറയുന്നത് അക്രമകാരികളായ പട്ടികളെങ്കിലും പിടിച്ചു കൊണ്ടുപോകാൻ ആവശ്യമായ ഒരു ഷെൽട്ടർ, അത് ആ ഷെൽട്ടർ നിർമ്മിക്കുന്നതിന് ഉചിതമായ സ്ഥലം കണ്ടെത്തുക തന്നെ വേണം. ആ പ്രവർത്തനവും ആരംഭിക്കണം. കാരണം ഇപ്പോഴുള്ള പ്രശ്നം എവിടെ തിരുവനന്തപുരത്തുണ്ട്, കൊച്ചിയിലുണ്ട്, കോഴിക്കോട് എന്ന് പറഞ്ഞതുകൊണ്ടും കണ്ണൂർ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് ശാശ്വതമായ പരിഹാരത്തിന് ആവശ്യമായ നടപടി സ്വീകരിക്കണം. ജനങ്ങളുടെ ആശങ്ക, ജനങ്ങൾ ഭീതിതരാണ്. പല സ്കൂളുകളിൽ കുട്ടികളെ അയക്കാൻ രക്ഷിതാക്കന്മാർ ഭയപ്പെടുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്കൂൾ കോമ്പൗണ്ടിനകത്ത് പോലും തെരുവ് പട്ടിയുടെ വലിയ പ്രശ്നമുണ്ട്. അതുകൊണ്ട് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടി കൈക്കൊള്ളണം. എത്രയും പെട്ടെന്ന് തന്നെ അതിന് യുക്തമായ ഒരു സ്ഥലം നടത്തണം എന്നുള്ളതാണ് ആദ്യം പറയുന്നത്. അത് നല്ലൊരു ഇൻസ്പെക്ഷൻ നടത്തി ഒരു വിത്തിൻ 1 വീക്ക്